ഗൈസ് നമുക്കിപ്പോൾ ഒരു പിമ്പിൾസ് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ഒരു പാലറ്റ് മാത്രം മതി. ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഫേസിൽ ജസ്റ്റ് മോയ്സ്ചറൈസറും ഒരു ടോണറും മാത്രമേ അടിച്ചിട്ടുള്ളൂ. പ്രൈമറൊന്നും ഇട്ടിട്ടില്ല. പ്രൈമർ ഞാൻ ഫിക്സിങ് സ്പ്രേ ആണ് അടിക്കുന്നത് മാക്കിൻ്റെ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല പ്രൈമർ ഇടേണ്ടി ഉള്ളവർ പോസൊക്കെ ഉള്ളവർ പ്രൈമറൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. ഇതിൻ്റെ ശേഷമാണ് നമ്മൾ കളർ കറക്ഷന് ആക്കാം. എൻ്റെ മുഖത്ത് കുറച്ച് പിമ്പിൾസ് ഉണ്ട്. നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവല്ലോ, അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ഉണ്ടോ ഞാൻ പറയുന്നത്. നമുക്ക് നോക്കാം. ഈ പാലറ്റ് ഞാൻ ഓപ്പൺ ആക്കി. ഇതിൻ്റെ ഷെയ്ഡ് കറക്റ്റ് ഇതിലുണ്ട്. ഞാൻ ആദ്യം ഓറഞ്ച് കറക്റ്റർ എടുക്കാം, എന്നിട്ട് മാർക്സ് ഉള്ളിടത്ത് കുറേയൊക്കെ പോയി. പക്ഷെ എന്നാലും കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ പിൻ്റെ ഷെയ്ഡ് കറക്റ്റിൻ്റെ ഷെയ്ഡ് നമ്മളെ സ്കിൻ ടോണിൻ്റെ കളറില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ളൊരു കളർ എടുക്കാം. ഇതാണ് കുറച്ചുകൂടി ഡീപ്പർ. ഇത് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മാജിക് എന്താണെന്ന് അറിയാൻ പറ്റും. നോക്ക്, ഉണ്ടോ? ഇതിപ്പോൾ വിസിബിൾ അല്ല. കൺസീലർ ആകുമ്പോൾ നല്ല കവറേജ് ഉണ്ടാവും, ആ പിമ്പിൾ അവിടെ കാണൂല. പിന്നെ അതൊന്ന് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടോ പൗഡർ വെച്ചിട്ടോ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ അത് അവിടെ നിന്ന് അനങ്ങൂല. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, നല്ല രീതിയിൽ കവറാവും. ഇത് മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് നീവണാക്കി ബ്ലെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം. ഇട്ട് കഴിഞ്ഞിട്ടൊന്നും ഒരരുതരുത്. ജസ്റ്റ് ഇങ്ങനെ ഇതേപോലത്തെ സ്പഞ്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് കാണിച്ചാൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടോ? അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഈവണായിട്ട് സ്പ്രെഡ് ആവും. അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ മേലെ പൗഡറും കൂടി ഇടുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇത്ര നിർബന്ധം അല്ലാഞ്ഞാണ് ഇപ്പം അധികം ആൾക്കാരും ഇങ്ങനെ കമൻറ്റിലൊക്കെ പറയാം ഗ്രേ കളർ വരിക എന്നൊക്കെ പറയും. കളർ ഇല്ലാതൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ കറക്റ്റർ യൂസ് ചെയ്യുക, ഓറഞ്ച് കറക്റ്റർ, ബ്ലാക്ക് സ്പോട്ടിന് ഓറഞ്ച്, റെഡ് ആണെങ്കിൽ ഗ്രീന്, ആ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ സ്കിൻ ടോണിൻ്റെ താഴെയുള്ള കൺസീലർ, സ്കിന്നിൻ്റെ കളർ എടുക്കരുത്. അതിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ ഇട്ടാൽ കുറച്ച് ലിറ്റിൽ ബിറ്റ് ഡാർക്ക് എന്നിട്ട് ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താണ്ടോ. അപ്പോൾ ഈ അവിടെ അങ്ങനെ ഒരു കുത്തുണ്ടായി എന്ന് തന്നെ അറിയാൻ പറ്റില്ല, അത്രയും ഫിനിഷിംഗ് ആയി. നല്ല വേണമെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും താല്പര്യമില്ലാത്തതാണെങ്കിൽ ഒന്ന് സെറ്റിംഗ് സ്പ്രേയോ ഒരു പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് സ്പ്രേ അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് മതിയല്ലോ. മുഖത്ത് കുറച്ച് പിഗ്മെൻറ്റേഷനോ പിമ്പിൾസിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ആവണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള നല്ല അടിപൊളി മെത്തേഡാണ്. അപ്പോൾ ട്രൈ ചെയ്യേണ്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം.